നമസ്കാരം. മഹായുദ്ധത്തെ പറ്റിയാണ് ഇപ്പം നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്നത്. കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് റഷ്യൻ പ്രസിഡന്റ് പുടിനായിരുന്നു അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റും പറയാൻ തുടങ്ങി. അപ്പോൾ കുറച്ചു കാലമായിട്ട് ഇങ്ങനെ പറഞ്ഞ് അത് സാഫല്യമാകുന്ന ലക്ഷണമുണ്ട്. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക ഇവർ മൂന്നുമാണ് ഏറ്റുമുട്ടും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുന്നുണ്ട്, നിങ്ങളെ തീർക്കുമെന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടായാൽ ആര് ജയിക്കും, ആര് തോൽക്കും, അതിനെപ്പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. അമേരിക്ക ലോകമഹാശക്തി എന്നൊക്കെ പറയുന്ന രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജപ്പാനെ അനുഭവം വിട്ട് തോൽപ്പിച്ചുകൊണ്ട് യുദ്ധമുന്നണിയിൽ പോരാടി ജയിക്കാൻ അവർക്ക് പറ്റിയില്ല. അനുഭവം അവരുടെ കയ്യിൽ എത്തിയില്ലായിരുന്നെങ്കിൽ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ഗതി മാറിയേനെ. അത് കഴിഞ്ഞ് അവർ വിയറ്റ്നാമിൽ യുദ്ധം ചെയ്ത് 10-15 കൊല്ലം തോറ്റുപോയി. കൊറിയയിൽ ചെയ്ത് തോറ്റുപോയി. അഫ്ഗാനിസ്ഥാനിൽ ഇറങ്ങി അവിടെ പരാജയപ്പെട്ട് പിൻവാങ്ങി. ഇറാഖിൽ മാത്രമാണ് അവർക്ക് കുറച്ച് ജയിക്കാൻ പറ്റിയത്. അത് കുവൈറ്റുമായിട്ടായതുകൊണ്ട് കുവൈറ്റിൻ്റെ സൈഡിൽ ആയിരുന്നു ഇസ്ലാമിക് രാജ്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇറാൻ കഴിഞ്ഞ 25 വർഷമായിട്ട് ഒറ്റക്കാരി ചെയ്തുകൊണ്ടിരുന്നുള്ളൂ. അവർക്ക് ആകാശത്ത് യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റത്തില്ല ഇസ്രായേലിൻ്റെ അടുത്ത്. ഒന്നാമത് ഇസ്രായേൽ എന്ന് പറയുന്നതിൻ്റെ ഇടയ്ക്ക് വേറെ ഇറാൻ്റെ ഇടയ്ക്ക് വേറെ രാജ്യങ്ങളുണ്ട്. അപ്പോൾ അവരന്ന് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ആക്രമിക്കാനും കടലിൽ കൂടി ആരെങ്കിലും വന്നാൽ അവരെ തോൽപ്പിക്കാൻ അവരുടെ പ്രോക്സികളെ സെറ്റപ്പ് ചെയ്തു. അതാണ് യമനിലെ ഹുത്തികൾ, ലെബനനിലെ ഹിസ്ബുള്ള, ഗാസയിലെ ഹമാസ്, ഇതുകൂടാതെ ഇറാനിൽ. അപ്പോൾ ഇറാൻ ഡെവലപ്പ് ചെയ്ത രണ്ട് കാര്യമാണ്. അവർക്ക് അവരുടെ പട്ടാളക്കാരെ ഉപയോഗിക്കാതെ കരയുദ്ധമല്ലാതെ എങ്ങനെ ജയിക്കാവുന്നത്. അതിനാണ് അവർ മിസൈൽസും ഡ്രോണുകളും ഉണ്ടാക്കി. ലോകത്തിലെ നമ്പർ 1 ആണ് അവർ ഡ്രോൺസിൽ. മിസൈൽ അവർക്കറിയാം 10, 100, 500 മിസൈലും ഉണ്ടല്ലോ. അവർ ലക്ഷക്കണക്കിന് മിസൈൽ ഉണ്ടാക്കി വെച്ചു. ഇവിടെ അമേരിക്കയും മറ്റേ യുദ്ധക്കപ്പലുകളും ഇസ്രായേൽ വിമാനങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇവർ മിസൈലാണ് ഉണ്ടാക്കി. ഇപ്പോൾ യുദ്ധക്കപ്പലുകളെല്ലാം സമുദ്രത്തിൽ നിരന്നു. അതിൻ്റെ ലൊക്കേഷൻ മാറിക്കൊണ്ടിരുന്നാലും 100 കണക്കിന് മിസൈൽ വിട്ട്. ഈ മിസൈൽ എന്ന് പറയുന്നതിന് ഇന്റർ കോണ്ടിനെന്റൽ മിസൈലും ബാലിസ്റ്റിക് ഇതൊന്നും അക്യുറേറ്റ് അല്ല. ഒരു ഹാഫ് എ സ്ക്വയർ കിലോമീറ്റർ, 1 കിലോമീറ്റർ സ്ക്വയറിൻ്റെ അകത്തേ അതിൻ്റെ അക്യുറസി ഉള്ളൂ. അപ്പോൾ കടലിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്താൽ 100 കണക്കിന് മിസൈൽ വിട്ടാൽ കടലിൽ വീണ് അടുത്ത് തന്നെ വീണ് പൊട്ടിയാൽ മതി, കപ്പലുകൾക്കൊക്കെ നാശം സംഭവിക്കും. അങ്ങനെയാണ് അവർ പറയുന്നത് അമേരിക്കയുടെ കപ്പലുകളൊക്കെ ശരിയാക്കുന്നത്. അത് ശരിയാക്കാൻ പറ്റും, ഇറ്റ് ഈസ് പോസിബിൾ. പേൾ ഹാർബറിൽ രണ്ടാം ലോകയുദ്ധ കാലത്ത് ജപ്പാൻ ബോംബിട്ട് ഡസൻ കണക്കിന് ഷിപ്പുകൾ, ആയിരക്കണക്കിന് പട്ടാളക്കാരാണ് മരിച്ച് ഈ ഷിപ്പിലുള്ളത്. അപ്പോൾ ഇറാനെ എതിരെ യുദ്ധം ചെയ്യുന്നത് വളരെ സൂക്ഷിച്ച് വേണം. ഇറാൻ അവിടുന്ന് ഇപ്പം